കൊല്ലം തിരുമുല്ലവാരത്ത് കണ്ടെത്തിയ അസ്ഥികൂടം ഒരു യുവാവിന്റേതെന്ന പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി. അമിത ലഹരി ഉപയോഗം മൂലമുണ്ടായ മരണമാണെന്നാണ് പ്രാഥമിക നിഗമനം. പ്രദേശത്തു നിന്ന് കാണാതായ യുവാവിനെ കേന്ദ്രീകരിച്ചു തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇയാളുടെ ബന്ധുക്കളുടെ രക്തസാമ്പിൾ DNA പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. 3 ദിവസം മുമ്പാണ് തിരുമുല്ലവാരത്തെ ഒരു ഒഴിഞ്ഞ പറമ്പിൽ ഒരു അസ്ഥികൂടം കണ്ടെത്തിയത്. അതിൽ വലിയ രീതിയിലുള്ള ദുരൂഹത ഉണ്ടായിരുന്നു. കാര്യം ഒരു ആരെങ്കിലും കൊലപ്പെടുത്തിയ ശേഷം അസ്ഥികൂടം അവിടേക്ക് കൊണ്ടുവന്നിട്ടതാണോ എന്നുള്ള സംശയമാണ് ബലപ്പെട്ടത്. ഇത് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഈ വീട് അടഞ്ഞു കിടക്കായിരുന്നു. അടച്ചിട്ട് അപ്പം ഇന്ന് രാവിലെ ചവറയിലുള്ള ഒരു ചേച്ചി ഇവിടെ തേങ്ങ അടക്കാനായിട്ട് വന്നു. അപ്പോൾ അവർ ഒരു ആളുമായിട്ടാണ് തേങ്ങ അടക്കാൻ വന്നത്. അപ്പോൾ അവരിവിടെ വന്നപ്പോൾ ബാക്കിലൊരു മെത്ത കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ മെത്ത എടുത്ത് അവർ കളയാനായിട്ട് ഭാവിച്ചു. അപ്പം അതിനുശേഷം അവർ ഇങ്ങനെ ഒരു സ്കെൽറ്റൻ കിടക്കുന്ന കണക്ക് തോന്നി. അപ്പം അതിനുശേഷം അവർ ഈ 2-3 തെങ്ങിൽ കയറി അവർ തേങ്ങ അടത്തെന്നാണ് പറയുന്നത്. കൂടെ വന്ന ആൾ തേങ്ങ അടത്തതിന് ശേഷം ഈ ഹൗസ് ഓണറുടെ തന്നെ ഒരു റിലേറ്റീവ് ഇവിടെ ഒരു പയ്യനുണ്ട്, അദ്ദേഹത്തിനെ വിളിച്ച് ഇങ്ങനെ ഒരു സ്കെൽറ്റൻ കിടക്കുന്ന, അത് പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നു, അതെടുത്ത് അങ്ങ് അപ്പുറത്ത് കളയട്ടോ എന്ന് അവർ ചോദിച്ചെന്ന് പറഞ്ഞു. അപ്പം ഈ പയ്യൻ വന്ന് നോക്കുമ്പോഴാണ് ഇത് പ്ലാസ്റ്റിക് അല്ല, ഇത് മനുഷ്യന്റെ ബോഡി തന്നെയാണ് എന്ന് മനസ്സിലായതനുസരിച്ച് പുള്ളി 100-ൽ വിളിച്ച് അങ്ങനെയാണ് ഇവിടെ പോലീസ് വന്നത്. സ്മെല്ലുണ്ടായിരുന്നു. പിന്നെ വലിയ സ്മെല്ലില്ല, കാരണം ബാക്കിയെല്ലാം പോയി. പിന്നെ ആ ഒരു ഡൗട്ടിന്റെ പുറത്ത് അവരെ വിളിച്ച് ക്ലിയർ ചെയ്യാൻ പറഞ്ഞു. ഇനി പ്ലാസ്റ്റിക് ആണോന്നും അറിയില്ല, ഒറിജിനൽ ആണോ അറിയില്ല. അവർ വന്നിട്ടാണ് കൺഫേം ചെയ്തത്. കാര്യം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പൊന്നൂരിൽ സമാനമായ രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് തന്നെ കൂടുതൽ വലിയ അന്വേഷണമാണ് പോലീസ് നടത്തിയത്. ആ പോസ്റ്റ്മോർട്ടത്തിലാണ് ഇതൊരു യുവാവിൻ്റെ മൃതദേഹമാണ് എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായത്. അമിതമായിട്ടുള്ള ലഹരി ഉപയോഗം മൂലമാണ് മരണം സംഭവിച്ചതെന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരം. അത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ആന്തരിക അവയവങ്ങളുടെ ഭാഗങ്ങളടക്കം ഇപ്പോൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് കാണാതായ യുവാക്കളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് കൊല്ലം വെസ്റ്റ് പോലീസ് നടത്തിയത്. വെസ്റ്റ് SHOയുടെ നേതൃത്വത്തിലുള്ള സംഘം ശക്തികുളങ്ങര അടക്കമുള്ള കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തി. ആ പ്രദേശങ്ങളിൽ കാണാതായ ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ എന്ന് സംബന്ധിച്ചൊരു പരിശോധന നടത്തി. അപ്പോഴാണ് ശക്തികുളങ്ങര പ്രദേശത്ത് നിന്ന് ഒരു ചെറുപ്പക്കാരനെ കുറച്ച് നാളുകളായി കാണാനില്ല എന്നുള്ള വിവരം ലഭിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വ്യക്തിയുടെ ബന്ധുക്കളെ വിളിച്ചു വരുത്തി അവരുടെ DNA സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. ആ DNA സാമ്പിളിൻ്റെ ഫലം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത് മരിച്ചതാരാണെന്ന് സംബന്ധിച്ചൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തുകയുള്ളൂ. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ വലിയ ദുരൂഹതയാണ് ഇതിലുണ്ടായിരുന്നത്. ആ പ്രദേശത്ത് കാട് മൂടി കിടക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ തൊട്ടപ്പുറത്തെ പറമ്പിൽ തേങ്ങയിടാൻ വേണ്ടി വന്ന ആൾക്കാരാണ് ദുർഗതം വമിച്ചതിനെ തുടർന്ന് പരിശോധന നടത്തിയത്. അപ്പോഴാണ് ശരീരഭാഗങ്ങൾ പൂർണ്ണമായും അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. ഒരു പാൻറ്റും നീല ഷർട്ടും ആയിരുന്നു ഉണ്ടായിരുന്നത്. കഴുത്തിലൊരു ലോക്കറ്റ് ഉണ്ടായിരുന്നു, ഒരു മാലയിൽ ലോക്കറ്റ് ഉണ്ടായിരുന്നു. ആ ലോക്കറ്റ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം കൂടി ഈ ഒരു വ്യക്തിയിലേക്ക് എത്താൻ പോലീസിന് സഹായിച്ചിട്ടുണ്ട്. എന്തായാലും കൊലപാതകമല്ല എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിരിക്കുന്നു. ദുരൂഹതകൾ മാറുകയാണ്. DNA പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഈ മരിച്ച വ്യക്തി ശക്തികുളങ്ങരക്കാരൻ തന്നെയാണോ എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുക.